ബാക്ക് ടു Xylem Learning. മക്കളെ, നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഫിസിക്സിലെ ഫുൾ ചാപ്റ്ററിൽ നിന്നുമുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സയൻസിന്റെ കേസിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ടഫായിട്ട് തോന്നിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒരു പക്ഷേ ഫിസിക്സ് ആയിരിക്കും. 99% ഫിസിക്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഫിസിക്സിനെ എങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നേരിടാം എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ അതിന് പറയാനുള്ളൂ. നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. മാത്സിനെ നിങ്ങൾ എങ്ങനെയാണോ അപ്രോച്ച് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ഫിസിക്സിനെയും അപ്രോച്ച് ചെയ്യണം. മാത്സ് പഠിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് ബ്ലാങ്ക് പേപ്പറും പെന്നൊക്കെ കൊടുന്ന് ചെയ്ത് പഠിക്കും അല്ലേ. അതുപോലത്തെ ഒരു മെത്തേഡ് തന്നെയാണ് നമുക്ക് ഫിസിക്സിനും ആവശ്യം. പ്രത്യേകിച്ച് നമ്മുടെ ഇലക്ട്രിസിറ്റിക്കും ലൈറ്റിനൊക്കെ ആവശ്യമുള്ള കോൺസെപ്റ്റ് അങ്ങനെയാണ് അല്ലേ, നമുക്കതറിയാം. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, an object 4 cm in size. ഓക്കെ, ഒബ്ജക്റ്റിന്റെ സൈസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 4 cm ആണ്. is placed 25 cm in front of a concave mirror. ഒരു കോൺകേവ് മിററിൽ നിന്നും 25 cm അകലെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അതായത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് 25 cm ആണ്. ആൻഡ് ഇതൊരു കോൺകേവ് മിററിനെ കുറിച്ചിട്ടാണ് പറയുന്നതെല്ലാം നമുക്ക് മനസ്സിലായി. ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ഷുഡ് സ്ക്രീൻ പ്ലേസ്. അതായത് ഇമേജ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇമേജ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ മിററിന്റെ ഫോക്കൽ ലെങ്ത്തും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ്. നമുക്ക് കിട്ടുന്ന ഇമേജിന്റെ സൈസിനെ കുറിച്ച് നമ്മൾ പറയണം. അതുപോലെ തന്നെ വേറെന്തും കൂടെ പറയണം. ഇത് റിയൽ ആണോ, ഇൻവേർട്ടഡ് ആണോ, വെർച്വൽ ആണോ എന്നെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഇരിക്കുക. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇത് എന്ത് മിററാണ് അല്ലേ. ഇത് ഏത് മിററാണ്? കോൺകേവ് മിററാണ്. ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. എഫ് എത്രയാണ്? എഫ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എഫ് ഇസ് ഈക്വൽ ടു 15 cm ആണ് അല്ലെ. എഫ് എത്രയാണ്? 15 cm. എഫ് 15 cm ആണ്. പിന്നെന്താണ് തന്നിരിക്കുന്നത്? യു നമ്മുടെ കയ്യിലുണ്ട്. യു എന്ന് പറയുമ്പോൾ 25 cm ആണ്. പിന്നെന്താണല്ലോ നമ്മുടെ കയ്യില്? വി നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് അറിയില്ല അല്ലെ. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് കാർട്ടീഷ്യൻ സൈൻ കൺവേർഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതായത് പോളിൽ നിന്നും ഇങ്ങോട്ടുള്ളതെല്ലാം നെഗറ്റീവ് ആണ്. സോ ഇവിടെ ഫോക്കൽ ലെങ്ത് ഇങ്ങോട്ടല്ലേ, ഈ സൈഡിലേക്കാണ്. സോ അത് നെഗറ്റീവ് ആണ്. -15 cm. ഒബ്ജക്റ്റ് എങ്ങോട്ടാണ്? നെഗറ്റീവ് സൈഡിലേക്കാണ് അല്ലെ. അപ്പൊ അതെന്താണ്, എന്താ വരിക? -25 cm ആണ് വരിക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ. ഇങ്ങനെയാണ് നമ്മളുടെ ഇത് വരുന്നതെങ്കിൽ ഇതാണ് O അല്ലെ. ഇങ്ങോട്ടൊക്കെ പോസിറ്റീവ് ആണ്, ഇങ്ങോട്ട് നെഗറ്റീവ് ആണ്, മുകളിലേക്ക് പോസിറ്റീവ് ആണ്, താഴേക്ക് നെഗറ്റീവ്. ഇക്കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഈ പോളാണ് നമ്മുടെ സെന്റർ ആക്കി എടുക്കുന്നതെങ്കിൽ നോക്കിയേ, ഇങ്ങോട്ട് മുഴുവൻ നെഗറ്റീവ്, ഇങ്ങോട്ട് പോസിറ്റീവ്, ഇങ്ങോട്ട് നെഗറ്റീവ്, മുകളിലേക്ക് പോസിറ്റീവ് അല്ലെ. ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ സൈൻ കൺവേർഷൻ പോവാ. ഓക്കെ, സെറ്റ് ആണല്ലോ. വി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് സൈസ് ഓഫ് ദ ഒബ്ജക്ട് 4 cm ആണ്. നമ്മൾ കൊടുക്കുന്ന അക്ഷരം ഏതാണ്? HO അല്ലെ. അപ്പൊ HO നമ്മുടെ കയ്യിലുണ്ട്. HO എത്രയാണ്? HO ഇസ് ഈക്വൽ ടു എത്രയാണ്? 4 cm. അപ്പൊ നമ്മൾ വിചാരിക്കും അതിന് മൈനസ് ഇടേണ്ടതെന്ന് അല്ലെ. മൈനസ് ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഒബ്ജക്ട് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുകളിലേക്കാണ് അല്ലെ. മുകളിലേക്കുള്ളതൊക്കെ പോസിറ്റീവ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണല്ലോ. വി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? അതിലല്ലേ നമ്മുടെ കയ്യില് മിറർ ഇക്വേഷൻ ഉള്ളത്. വി കൻ അപ്ലൈ ദ മിറർ ഇക്വേഷൻ. നമുക്കറിയാം 1/f is equal to 1/v plus 1/u. എത്ര സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷനാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വി കണ്ടെത്തിക്കൂടെ? സിമ്പിൾ ആണല്ലോ. ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു എന്താണ്? UF ഡിവൈഡഡ് ബൈ U മൈനസ് എഫ്. സിമ്പിൾ. എല്ലാ കാര്യങ്ങളും ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. യു എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ്? -25 ഇൻറ്റു എഫ് എന്ന് പറയുമ്പോൾ -15 ഡിവൈഡഡ് ബൈ -25 -15. അപ്പൊ രണ്ട് മൈനസുകൾ വരുമ്പോൾ അവിടെ എന്താകും? പ്ലസ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ എന്താണ് ഇത് കിട്ടുക? -25 ഇൻറ്റു -15 ഡിവൈഡഡ് ബൈ എന്താണ് വരിക? ഇത് രണ്ടും കൂടി വരുമ്പോൾ നമുക്കറിയാം 25 പ്ലസ് 15 -25 ആണ് അല്ലേ. അപ്പോൾ -10 എന്ന് വരും. സിമ്പിളായിട്ട് നിങ്ങൾക്കൊക്കെ ഇത് ചെയ്തുകൂടെ? കാരണം നിങ്ങളൊക്കെ CBSE കുട്ടികളാണ്. ചെറുപ്പം മുതൽ ന്യൂമറിക്കൽസ് ഒക്കെ ഇങ്ങനെ അരച്ച് കുലുക്കി പഠിച്ച കുട്ടികളാണ് അല്ലേ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമുക്ക് ഇതിനെതിരെ കട്ട് ചെയ്യാം.
5 കൊണ്ട് കട്ട് ചെയ്യാം. 5 2 പ്രാവശ്യം, ഇവിടെ ആണെങ്കിൽ 3 ടൈംസ് അല്ലേ. ഇനി 2നെയും ഇതിനെയും കട്ട് ചെയ്തുകൂടെ. അപ്പം നമുക്ക് എത്ര കിട്ടും? -12.5 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇത് പോയി. ഓക്കെ, അപ്പം നമുക്ക് എത്ര ആൻസർ കിട്ടി? -12.5 × 3. നിങ്ങൾക്ക് ചെയ്ത് നോക്കിക്കൂടെ? 125 × 3. ആദ്യം പോയിന്റ് ഇല്ലാതെ ചെയ്ത് നോക്കാം അല്ലേ. 3 × 5 എത്ര വരെടാ? 15. 1 3 2 6 1 7 അല്ലേ, ഒരു 3. അപ്പോൾ 3375 എന്ന് കിട്ടും. ആൻഡ് നമുക്കറിയാം ക്വസ്റ്റനിൽ പോയിന്റ് ഉണ്ട്. സോ ആൻസറിലും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ വരുന്ന രീതിയിൽ നമുക്ക് കൊടുക്കുക അല്ലേ. ക്വസ്റ്റനിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഉള്ളൂ. സോ ആൻസറിലും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറേ വരാൻ പാടുള്ളൂ. സോ വി ഗോട്ട് -37 എത്രയാണ്? -37.5 എന്ന് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി അല്ലേ. ഇത്രയും സെന്റിമീറ്റർ ആണ് ഇവിടുത്തെ വി, ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടില്ല. എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് കിട്ടിയത്. സോ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ പ്രസന്റേഷൻ ആണ്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്തിക്കാൻ അറിഞ്ഞില്ലെങ്കിലും ഈ മെത്തേഡുകൾ ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഉറപ്പായിട്ടും എന്തെല്ലാം കാര്യങ്ങളാണോ അവിടെ തന്നിരിക്കുന്നത് അത് നിങ്ങൾ എഴുതി കൊടുത്തേ മതിയാവും. ഓക്കെ, പിന്നെ ഈ ഡയഗ്രാം ഒക്കെ വരക്കുകയാണെങ്കിൽ നല്ല നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് നന്നായിട്ട് കൂട്ടും അവിടെ. ഓക്കെ, ഇതൊന്നും വരക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാണ്. പിന്നെ മിറർ ഇക്വേഷൻ ഒക്കെ കൊടുക്കുക. ഈ എഴുതുന്ന ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഇതാ ഇങ്ങനെ ബോക്സിലൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മുടെ പേപ്പർ ഒരു കളർഫുൾ ആവും, ഒരു അടിപൊളിയാവും അല്ലേ. ഒന്ന് നമുക്ക് അങ്ങനെ ഒന്ന് ഭംഗിയാക്കാം. അല്ലാതെ കുറേ കളറൊന്നും കൊണ്ടുപോയി എഴുതാനല്ല പറയുന്നത്. എന്ത് ചെയ്യുക, എഴുതുന്ന കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയിൽ എഴുതിച്ച് ജസ്റ്റ് ബോക്സിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പേപ്പർ നോക്കുമ്പോൾ അയാൾക്ക് വാവ് എന്നുള്ളൊരു ഫീല് വരും. സോ അങ്ങനെ ചെയ്യണം കേട്ടോ. ഓക്കെ, സോ നമുക്ക് ആൻസർ കിട്ടി -37.5 അല്ലെ. ഇത്രയുമാണ് നമ്മളുടെ എന്ത് ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് മാത്രമാണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? അല്ല, നേച്ചർ ഓഫ് ദ ഇമേജ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. വാട്ട് ഈസ് നേച്ചർ ഓഫ് ദ ഇമേജ്? മാഗ്നിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാ മാഗ്നിഫിക്കേഷൻ കണ്ടെത്തുക? നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് HI/HO ഉണ്ട്, പിന്നെ -V/U ഉണ്ട് അല്ലേ. അപ്പൊ HI/HO ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ട്. പക്ഷേ നമ്മളുടെ കയ്യിൽ ഇമേജിന്റെ ഹൈറ്റ് ഉണ്ടോ? ഇല്ല. ഇനി അത് കണ്ടുപിടിക്കാൻ നിൽക്കണ്ടേ. അപ്പൊ കണ്ടുപിടിക്കണോ? വേണ്ട. അതൊക്കെ ഒരു മാർക്കിന്റെ ചോദ്യമായിട്ട് വരിക. അപ്പൊ നമ്മൾ മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കും, -V/U അല്ലെ. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. അപ്പൊ എന്ത് വരും? എന്താണ് അല്ലെ. നമ്മുടെ V എന്ന് പറഞ്ഞാൽ ഓൾറെഡി മൈനസ് ആണ്. -37.5 ഡിവൈഡഡ് ബൈ -25. എൻ്റെ മോനെ സിമ്പിൾ അല്ലേ. ചെയ്തൂടെ? നമുക്കിത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അല്ലേ. ചെയ്യാം അല്ലേ. അപ്പം നമുക്കിതിനെ ആദ്യം 5 കൊണ്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പം എന്ത് വരും നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. 5 കൊണ്ടൊന്ന് കട്ട് ചെയ്യുമ്പോൾ എത്ര വരുമെടാ? 75 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും അല്ലേ. 75 അല്ല, ഇവിടെ പോയിന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ആൻസർ 7.5/5 എന്ന് വരും. വീണ്ടും വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. 75 5 നോക്കിക്കോ. 70 ആദ്യം പോയിന്റ് ഇല്ലാതെ ചെയ്ത് നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പം എത്ര വരും? നമുക്ക് എത്ര വരുടാ? അപ്പോൾ 1.5 എന്ന് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മൈനസ് ഉണ്ട്, നമ്മൾ മറന്നുപോയി അല്ലേ. ഇവിടെ ടോട്ടലി ഒരു മൈനസ് ഉണ്ട്. ഇവരുടെ രണ്ടുപേർക്ക് മൈനസ് ഉള്ളതുകൊണ്ട് അത് മൊത്തം പ്ലസ് ആയി പോയി. പക്ഷേ മൈനസ് ഇവിടെ ഉണ്ട്, മറന്നു പോകാൻ പാടില്ല അല്ലേ. മൈനസ് ഇവർക്ക് ഉണ്ട്. സോ ആൻസറിൽ എന്തുണ്ട്? മൈനസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്തുള്ള മൈനസ് നിങ്ങൾ ലാസ്റ്റ് ഇട്ട് കൊടുത്താലും പ്രശ്നമില്ല. പക്ഷെ ഉള്ളിലെ നെഗറ്റീവ്സ് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഇവ രണ്ട് മൈനസ് അടുത്തൊന്നും അല്ലേ, രണ്ട് മൈനസ് അല്ലേ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് പ്ലസ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് അവിടെ മൈനസ് പോയത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിലൊരു ഡൗട്ടും ഇല്ലാന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് കിട്ടി മാഗ്നിഫിക്കേഷൻ -1.5 ആണ് അല്ലെ. നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്? റിയൽ ഇമേജ് ആണ് അല്ലെ. റിയൽ ഇമേജ് ആണ്. പിന്നെ റിയൽ ഇമേജ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എഴുതി കൊടുക്കണം. ദ ഇമേജ് ഇസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. സൂപ്പർ മാർക്ക് കിട്ടിയില്ലേ. ഇനി അടുത്തൊരു പോയിന്റ് ഉണ്ട് അല്ലെ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇമേജിന്റെ സൈസ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇത് മാഗ്നിഫൈഡ് ആണോ വലുതാണോ? മാഗ്നിഫിക്കേഷൻ എന്താ? വലുതാണോ എന്നാണ് അല്ലെ. വലുതാണോ ചെറുതാണോ എന്നുള്ളതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഇവിടെ മോഡുലസ് ഓഫ് M എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലെ. അതായത് മോഡുലസ് ഓഫ് -1.5 എന്ന് പറയുമ്പോൾ എന്ത് വരും? മോഡുലസ് എന്ന് പറയുമ്പോൾ അതിന്റെ നെഗറ്റീവ് നമ്മൾ കളയും അല്ലെ. 1.5 ഇവിടെ ഗ്രേറ്റർ ദാൻ 1 ആണല്ലോ. സോ ദ ഇമേജ് ഇസ്
മാഗ്നിഫൈഡ് വലിയ ഇമേജ് ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. അതായത് ഒബ്ജക്റ്റിനേക്കാളും വലിയ സൈസിലുള്ള ഇമേജ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഈ രീതിയിൽ തന്നെ നിങ്ങൾ എഴുതി കൊടുക്കണം. ഓരോന്നും ഓരോ സ്റ്റെപ്പുകളാണ് ആക്ച്വലി. ആദ്യം നമ്മൾ ബി കണ്ടുപിടിക്കുന്നു, അവിടെ നമ്മൾ മിറർ ഫോർമുല അപ്ലൈ ചെയ്യണം അല്ലേ, അങ്ങനെ ഒരു സ്റ്റെപ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എം കണ്ടുപിടിക്കുന്നു അല്ലേ. പിന്നെ നമ്മളിതാ നമ്മുടെ ഇമേജിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് എല്ലാം എന്താണ് ഇതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ അതിന്റെ പ്രസന്റേഷനും കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. ഓക്കെ, റെഡി? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻഡ് ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് 3 ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കറന്റ് ക്യാരിങ് സോളിനോയിഡ് ഡിപ്പെൻഡ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്കറിയാം ഇതാണ് ഒരു സോളിനോയിഡ് അല്ലെ. ഇതാണ് ഒരു സോളിനോയിഡ് എന്ന് പറയുന്നത്. അത് ഏത് ചാപ്റ്ററാണ്? നമ്മളുടെ മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. വാട്ട് ഈസ് മാഗ്നറ്റിക് എഫക്റ്റിൽ നമ്മൾ പറയുന്നത് എന്താ? ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പോകുന്ന സമയത്ത് അതിന് ചുറ്റും എന്തുണ്ടാകും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും എന്ന് പഠിപ്പിച്ചു തരുന്ന ചാപ്റ്റർ ആണ് അല്ലേ. അത് നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ എന്താ പഠിച്ചത്? നമ്മൾ പറഞ്ഞു ചില സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളൊക്കെ ചൂടായിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഫ്രിഡ്ജിന്റെ ബാക്കിലൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഫ്രിഡ്ജിന്റെ സമയം അവിടെയൊക്കെ ഭയങ്കര ചൂടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതെന്താണ്? ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിലൂടെ എന്തുണ്ടാകുന്നുണ്ട്? ഹീറ്റ് മാത്രമല്ല മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകുന്നുണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും അത് കാണിക്കുന്നുണ്ട് എന്ന് പഠിപ്പിച്ചു തരുന്ന ചാപ്റ്റർ ആണ് അല്ലെ. അപ്പൊ നമ്മള് സോളിനോയിഡിലൂടെ കറണ്ട് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ പഠിച്ചു അല്ലെ. ഇതുപോലെയുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏറ്റവും നന്നായിട്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആള് സോളിനോയിഡും കൂടിയാണ് അല്ലെ. ആ കൂട്ടത്തിൽ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. ഓക്കെ, റെഡി? സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഇതാണ്. സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ സോളിനോയിഡ് അല്ലെ. സോളിനോയിഡിൽ എപ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുക? അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാത്രമാണ് അല്ലെ കാണിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി ഒരു സെല്ലുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കണം. സെല്ലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം പോസിറ്റീവിൽ നിന്നും എന്ത് ചെയ്യും? കറണ്ട് ഇതുപോലെ ഇങ്ങനെ ഫ്ലോ ചെയ്യും അല്ലെ. പോസിറ്റീവിൽ നിന്നാണ് കറണ്ട് ഫ്ലോ ചെയ്യുക എന്നുള്ള കാര്യമെല്ലാം നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെയുള്ള ഈ സെല്ലുകളുടെ എണ്ണം കൂട്ടിക്കൊടുത്താൽ നമുക്ക് എന്തറിയാം? നല്ല അടിപൊളി പൊട്ടൻഷ്യൽ അല്ലേ നമ്മളുടെ ഇതിലൂടെ ഫ്ലോ ചെയ്യും. പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറണ്ട് കൂടും അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിലൂടെയുള്ള കറണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. നമ്മൾ എന്താ കൊടുക്കുക? സെല്ലുകളുടെ എണ്ണം കൂട്ടിക്കൊടുക്കാം എന്ന് നമുക്ക് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട ആൻസർ ഇതാണ്. കറണ്ട് കൂട്ടിക്കൊടുക്കുക. ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് കറണ്ട്. കറണ്ട് കൂട്ടിക്കൊടുക്കുക. കറണ്ട് കൂട്ടിയാൽ മതി. അപ്പൊ നമ്മൾ വിചാരിക്കും പിന്നെ സെല്ലിന്റെ എണ്ണം കൂട്ടുന്നത്. സെല്ല് കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള വോൾട്ടേജ് കൂടും. വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടും. എങ്ങനെയും നിങ്ങൾക്ക് ആൻസർ എഴുതി കൊടുക്കാം. സോ നിങ്ങൾക്ക് എഴുതാം ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് കറണ്ട്. പിന്നെ മറ്റൊരു കാര്യമാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഇവിടെയുള്ള കോയിൽസിന്റെ എണ്ണം, ചുറ്റുകളുടെ എണ്ണം നിങ്ങളൊന്ന് നോക്കണേ. ഇത് എത്ര ഉണ്ട്? 1 2 3 4 5 അല്ലെ. ഇനി ഞാൻ കുറച്ചുകൂടെ കൂടുതൽ നല്ല ഒരുപാട് കോയിൽസിന്റെ ചുറ്റുകളുടെ എണ്ണം കൂട്ടി കൊടുത്താലും അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഇതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ സോഫ്റ്റ് അയൺ മെറ്റീരിയലൊക്കെയാണ് കൊടുക്കുക. അങ്ങനെയാണെങ്കിലും അവിടെയുള്ള സ്ട്രെങ്ത്തിനെ നമുക്ക് കൂട്ടാൻ പറ്റും. ഇതേ ടെക്നിക്കാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന അല്ലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾ സോഫ്റ്റ് അയൺ ഒക്കെ നമ്മൾ വെക്കാറ്. അങ്ങനെയാണെങ്കിലും ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റും. കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 3 പോയിന്റാണ് പറഞ്ഞത്. കറണ്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ടേൺസ് ഓഫ് ദ കോയിൽസ് അല്ലെ നമ്മളുടെ ചുറ്റുകളുടെ എണ്ണം കാര്യം പറഞ്ഞു, ആൻഡ് പ്രസൻസ് ഓഫ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഈ 3 പോയിന്റുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഫുൾ മാർക്ക് കിട്ടും. മനസ്സിലാക്കി വെക്കൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ പാറ്റേൺ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് എ കറണ്ട് ക്യാരിങ് സോളിനോയിഡ്. ഒരു സോളിനോയിഡ് ചോദ്യങ്ങൾ കുറെ അതിൽ ചോദിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. സോളിനോയിഡ് എന്തായാലും ചോദിക്കും.
ഇതാണ് സോളിനോയിഡ്. നമുക്കറിയാം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലെ, കറണ്ട് പോണ സമയത്ത് എങ്ങനെയാണ് ആ ഫീൽഡിന്റെ ഷേപ്പ് നമ്മൾ പഠിച്ചതാ, ഇങ്ങനെയായിരിക്കും അല്ലെ. അതായത് ഒരു ബാർ മാഗ്നറ്റ് പോലെ തന്നെ ഇതിന്റെ നമുക്കറിയാം ഇതിന്റെ ഉള്ളിൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇതിന്റെ ഉള്ളിൽ, അതായത് ഇൻസൈഡ് ദ സോളിനോയിഡ് അതിന്റെ ഷേപ്പ് ഭയങ്കര രസമാണ്. എന്താ അതിന്റെ ഷേപ്പിന്റെ രസം? പ്രത്യേകിച്ച് രസങ്ങളുള്ള എന്താണ്, ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആണിട്ടാണ് അല്ലെ. ഇങ്ങനെയാണ് അല്ലെ നമ്മൾ പഠിച്ചത്, ഇങ്ങനെയാണ് അല്ലെ ഏകദേശം. ഇതിന്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടാണ് അല്ലെ, ഇങ്ങനെ സ്ട്രെയിറ്റ് വരകളായിട്ടാണ്. ഇതിന്റെ പ്രത്യേകത എന്താ കാര്യം, അവിടെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഉണ്ടാകുക. എല്ലാ സ്ഥലത്തും മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ് അല്ലെ, എല്ലാ സ്ഥലത്തും മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ്. അതിനെയാണ് നമ്മൾ പറയാ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുക കേട്ടോ. സോ ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? നമ്മൾ വിചാരിക്കും ഇതാന്ന്, ഇതല്ല കേട്ടോ. നമ്മളോട് ഉള്ളിൽ എന്ന് മാത്രമാണ് ചോദിച്ചത്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് മാത്രമാണ് ചോദിച്ചത്, വേറെ എവിടെയും ചോദിച്ചിട്ടില്ല. സോ ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഉള്ളില് എല്ലായിടത്തും പാരലൽ ലൈൻസ്, ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള പാരലൽ ലൈൻസ് ആണ് വരിക. ഇവരെല്ലാവരുടെയും ഡയറക്ഷൻ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം കേട്ടോ. ശ്രദ്ധിക്കണം, ചിലപ്പോൾ നമ്മളോട് എന്ത് ചെയ്യും, ഡയറക്ഷൻ ഇവർ മാറ്റി തരും, ഒരാൾ അങ്ങോട്ടും മറ്റേ ആൾ ഇങ്ങോട്ടൊക്കെ അല്ലെ. അതായത് ഈ ആരോ ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും, ചിലത് ഇങ്ങോട്ടായിരിക്കും, ചിലത് ഇങ്ങോട്ട്, ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാലൊന്നും ശരിയാവില്ല കേട്ടോ. എല്ലാത്തിനും ഒരേ ഡയറക്ഷനും കൂടെ ആയിരിക്കണം. ഇതുപോലെ എല്ലാതും ഒരേ ഡയറക്ഷനായിരിക്കണം എന്നും കൂടെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. സെറ്റാണല്ലോ, റെഡി? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്: ഫോർ എ കറന്റ് ക്യാരിങ് സോളിനോയിഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ, draw the magnetic field lines and give reason to explain that out of 3 points A, B, C. ഈ A, B, C എന്നീ 3 പോയിന്റുകളിൽ എവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് മാക്സിമം ആയിട്ടുള്ളത് ആൻഡ് എവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് മിനിമം ആയിട്ടുള്ളത് എന്നതാണ് നമ്മുടെ ചോദ്യം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം അല്ലേ. കാരണം എന്താണ്, ഇത് അറിഞ്ഞാൽ മതി. നോക്കടാ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ഇതാണ് നമ്മുടെ സോളിനോയിഡ്. സോളിനോയിഡിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ എന്ത് സംഭവിക്കും? യെസ്, അതിനു ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ അല്ലെ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അതിനെ നമുക്ക് ലൈൻസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. ആ ലൈൻസ് ഇതാ ഇങ്ങനെയായിരിക്കും അല്ലെ. നോക്കൂ, ഇൻസൈഡ് ദ സോളിനോയിഡ് ഇതിങ്ങനെ പാരലൽ ആയിട്ട് ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള ലൈൻസുകളായിരിക്കും. നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാക്സിമം എവിടെയാ, മിനിമം എവിടെയാ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മാക്സിമം ഫീൽഡ് എവിടെയാ ഉണ്ടാവുക നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം, അത് എയിലാണ്. നോക്കൂ, ലൈൻസ് ഒരുപാട് കൂടുതലാണ്. അതിനല്ലേ എല്ലാതൊക്കെ മര്യാദക്ക് ഒരു അകലം പാലിച്ചിട്ടാണ് അല്ലെ, ഒരുപാട് ലൈൻസുകളുണ്ട് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയിലാണ് മാക്സിമം ഉണ്ടാവുക, എയിലാണ് മാക്സിമം സ്ട്രെങ്ത് ഉണ്ടാവുക. പിന്നെ എവിടെയായിരിക്കും നോക്കടാ, സീല് കുറവാണ് അല്ലെ. പക്ഷെ തീരെ ഇല്ലാത്തത് എവിടെയാണ്? ബിയിലാണ്. ബിയില് നോക്കൂ, ജസ്റ്റ് ഔട്ട്സൈഡ് ദ സോളിനോയിഡ് എവിടെയാണ്? ബി ആണ് അല്ലെ. ബിയില് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 0 0. അപ്പൊ ഏറ്റവും കുറവ് എവിടെയാന്ന് ചോദിച്ചാൽ ബിയിലാണ്. മാക്സിമം എവിടെയാന്ന് ചോദിച്ചാൽ അത് എയിലാണ്. മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഹ്യൂമൻ ഐന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. When a beam of white light passes through a region of very fine dust particles, the color of light that scatters the most in that region എന്നുള്ളതാണ്. നമുക്കറിയാം, സ്കാറ്ററിങ്ങിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് അല്ലെ. സ്കാറ്ററിങ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് നടക്കുക ആർക്കാണ്? വേവ് ലെങ്ത് കുറവുള്ള ആൾക്കാണ്. നമുക്കറിയാം, നമ്മുടെ ലൈറ്റില് 7 കളേഴ്സ് ഉണ്ട് അല്ലെ. വിബ്ജിയോർ എന്ന് നമ്മൾ പറയും, വിബ്ജിയോർ അല്ലെ. ഇങ്ങനെയുള്ള കളേഴ്സ് ഉണ്ട് അല്ലെ. ഇതില് എവിടെയാ സ്കാറ്ററിങ് അടിപൊളിയായിട്ട് നടക്കാൻ നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് ഷോർട്ടർ വേവ് ലെങ്ത് ആർക്കാണ്? അവർക്കാണ് നടക്കുക കേട്ടോ. മനസ്സിലാക്കി വെക്കുക. ഇങ്ങോട്ട് പോകും തോറും വിബ്ജിയോറിലേക്ക് ഇങ്ങോട്ട് പോകും തോറും വേവ് ലെങ്ത്തിന് നമ്മൾ ലാംഡ എന്നാണ് കേട്ടോ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. വേവ് ലെങ്ത് കൂടും. ഇനി ഫ്രീക്വൻസിന്റെ കാര്യം അറിയോ നിങ്ങൾക്ക്? ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഫ്രീക്വൻസി ഇങ്ങോട്ടാണ് കൂടുക. ഫ്രീക്വൻസി കൂടെ ഈ ഭാഗത്തേക്കാണ്. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഏത് ലൈറ്റിനാണെന്ന് ചോദിച്ചാൽ അത് വയലറ്റിനാണ്. ഏറ്റവും കുറവ് ഫ്രീക്വൻസി ആർക്കാ ചോദിച്ചാൽ അത് റെഡിനാണ്. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ആർക്കാന്ന് ചോദിച്ചാൽ അത് റെഡിനാണ്. ഏറ്റവും കുറവ് വേവ് ലെങ്ത് ആർക്കാന്ന് ചോദിച്ചാൽ അത് വയലറ്റിനാണ്. അപ്പൊ തിരിച്ചു മറിച്ചൊക്കെ നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കണം. അപ്പൊ സ്കാറ്ററിങ് അടിപൊളിയായിട്ട് നടക്കുക ഏത് ലൈറ്റിനാന്ന് ചോദിച്ചാൽ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനാണ്. ഷോർട്ടർ വേവ് ലെങ്ത്. സോ നമുക്ക് ഏതൊക്കെ കളേഴ്സ് അവിടെ ഉള്ളത്? റെഡ്, ഓറഞ്ച്, ബ്ലൂ, യെല്ലോ. അപ്പൊ ആർക്കാണ് ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ളത് അയാളിലാണ് കൂടുതൽ അടിപൊളിയായിട്ട് സ്കാറ്ററിങ് നടക്കുക. സോ ഷോർട്ടർ വേവ് ലെങ്ത് ഇവിടെ ബ്ലൂയിലേക്കല്ലേ. നോക്കൂ, റെഡിനൊക്കെ ടോപ്പാണ്. പിന്നെ കുറവ് ഇയാൾക്ക്, പിന്നെ കുറവ്, ഏറ്റവും കുറവ് അല്ലെ. അപ്പോ ഈ കൂട്ടത്തിൽ ഓറഞ്ച്, യെല്ലോ, ബ്ലൂ, റെഡ് ഈ കളേഴ്സിൽ ഏറ്റവും കുറവ് വേവ് ലെങ്ത് ആർക്കാന്ന് ചോദിച്ചാൽ അത് ബ്ലൂവിനാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. Okay, ready? Next question. The focal length of the eye lens increases when eye muscles
അല്ലെ? ഫോക്കൽ ലെങ്ത്തിന്റെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്, കൂടുന്നത് അല്ലെ? അപ്പോൾ നമ്മളുടെ മസിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് സീലിയറി മസിൽസ് ആണ് കേട്ടോ. അപ്പോൾ അതായത് ഈ ഒരു സംഭവം ഉറപ്പായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. വെൻ മസിൽസ് റിലാക്സ്ഡ്, മസിൽ റിലാക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലെൻസിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ലെൻസ് തിന്നായിരിക്കും. റിലാക്സ് ആണ്, തിന്നാണ് ആവുക കേട്ടോ. റിലാക്സ് ആകുമ്പോൾ അത് നമ്മളെപ്പോഴും മാറിപ്പോവും. റിലാക്സ് ആകുമ്പോൾ ലെൻസ് തിന്നാകും. അപ്പോൾ എന്താകും? പവർ ഡിക്രീസ് ചെയ്യും കേട്ടോ. പവർ എന്ത് ചെയ്യും? പറ്റ കുറയും. പവർ കുറയുമെന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കൂടും. നമുക്കറിയാം അല്ലെ? P is equal to 1/f ആണ്. ഇവർ ഓപ്പോസിറ്റ് ആണ്, അതാണ് 1/, എന്ന് വന്നത്. ഓക്കെ, ഫോക്കൽ ലെങ്ത് കൂടുമ്പോൾ പവർ കുറയും, പവർ കൂടുമ്പോൾ ഫോക്കൽ ലെങ്ത് കുറയും. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സോ അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് കൂടും എപ്പോൾ? പവർ കുറയുമ്പോൾ. അതായത് സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യുമ്പോൾ ലെൻസ് തിന്നാകുമ്പോൾ അല്ലെ? റിലാക്സ്ഡ് ആൻഡ് ലെൻസ് ബിക്കം തിന്നർ. സെറ്റാണല്ലോ? ഫോക്കൽ ലെങ്ത് ഇൻക്രീസസ്. ഫോക്കൽ ലെങ്ത് കൂടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പവർ കുറയണം വേണം അല്ലെ? പവർ കുറയുന്ന കണ്ടീഷൻ ആകുമ്പോൾ ഫോക്കൽ ലെങ്ത് കൂടും. എപ്പോഴാണ്? വെൻ സീലിയറി മസിൽസ് ആർ റിലാക്സ്ഡ് ആൻഡ് ലെൻസ് ബിക്കം തിന്നർ അല്ലെ? പവർ ഡിക്രീസസ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇനി വേറൊരു കണ്ടീഷനും കൂടിയുണ്ട്. വെൻ മസിൽ കോൺട്രാക്ട് ആവുന്ന സമയത്ത് എന്താ അവസ്ഥ? ലെൻസ് ബിക്കം തിക്ക്. നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. ആൻഡ് പവർ ഇൻക്രീസസ്. സോ ഫോക്കൽ ലെങ്ത് എന്താവുക? ഡിക്രീസസ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം കേട്ടോ. നെക്സ്റ്റ്, ദ ഡിഫക്റ്റ് ഓഫ് മയോപ്പിയ ക്യാൻ ബി കറക്റ്റഡ് ബൈ യൂസിങ് കോൺകേവ് ലെൻസ് ആണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർമ്മിച്ച് വെക്കണം. ആൻഡ് നെക്സ്റ്റ്, ഇലക്ട്രിസിറ്റിയിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, സിമ്പിൾ ചോദ്യമാണ്, പക്ഷെ ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യും. ഒരുപാട് തവണ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിനാണ് ചില കുട്ടികൾ ചെയ്യുന്നത് എല്ലാം കൂടി അങ്ങോട്ട് സീരീസ് ആയിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്യുക. എൻ്റെ മോനെ അങ്ങനെ പറ്റില്ല കേട്ടോ, അതിന് പറ്റില്ല കേട്ടോ. ഇതെല്ലാം കൂടെ സീരീസ് അല്ല നോക്കണം. ഇതിന് 2 എൻഡ്സ് ഉണ്ട് അല്ലേ? ഒന്ന് ഇങ്ങോട്ടാണ്, പിന്നെ ഒന്നുള്ളത് ഇവിടെ നിന്നാണ്. അപ്പോൾ 2 എണ്ണമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതും ഒക്കെ സീരീസ് ആയിട്ടല്ലേ? ഒരു മാലയിൽ മുത്ത് കോർത്തിട്ട പോലെയല്ലേ ഇവർ കിടക്കുന്നത് അല്ലേ? ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എഫക്റ്റീവ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് വരും? എങ്ങനെയാ സീരീസിലാകുമ്പോൾ കണ്ടെത്തുക? സീരീസിലാകുമ്പോൾ എങ്ങനെ കണ്ടെത്തുക? സീരീസ് അല്ലെ? സീരീസിലാകുമ്പോൾ ആർ എഫക്റ്റീവ് ഒരുപോലെയുള്ള റെസിസ്റ്റൻസുകളാണെങ്കിൽ N×R നിങ്ങൾ ചെയ്താൽ മതി അല്ലെ? അപ്പൊ N×R എന്ന് പറയുമ്പോൾ ഇവിടെ 3 എണ്ണാണല്ലോ. 3×12 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 36 ഓം എന്ന് കിട്ടി അല്ലേ? സോ നമുക്ക് ഇവിടെ മൊത്തം എന്തായി? 36 ഓം എന്ന് കിട്ടി. ഇതെന്തുണ്ട്? 12 ഉണ്ട്. സിമ്പിൾ അല്ലേ? ഇപ്പൊ ഇത് രണ്ടും എന്തായി? പാരലലായി അല്ലേ? പാരലലായി. സോ പാരലലാകുമ്പോൾ നമുക്കറിയാം 1/f is equal to 1/, എന്താ വരടാ? സോറി, 1/r is equal to 1/r effective is equal to 1/r1 plus 1/r2. അതായത് നമുക്ക് എന്ത് വരും? സിമ്പിളായിട്ട് നിങ്ങൾ കണ്ടെത്തിക്കൂടെ? അതായത് എന്ത് വരുടാ? ദാറ്റ് ഈസ് 1/r effective is equal to 1/12 plus 1/36. സിമ്പിൾ. ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അല്ലേ? നമുക്ക് ചെയ്ത് നോക്കാം. സോ 36 plus 12 എത്ര വരും? 36 plus 12 divided by 12 into 36. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, സിമ്പിൾ ആണ്. അപ്പോൾ എത്ര വരും? 48 divided by എന്ത് വരടാ? 12 into 36. നമുക്ക് കട്ട് ചെയ്യാം അല്ലേ? കട്ട് ചെയ്യുമ്പോൾ എത്ര വരും അല്ലേ? തെറ്റല്ലേ? 30. അപ്പോൾ എത്ര വരും? 6. 1/9 എന്ന് വരും. 1/r is equal to 1/9 എന്ന് വരുമ്പോൾ r is equal to എന്ത് വരടാ? 9 എന്ന് വരും അല്ലേ? 9 ഓം ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സോ വി ഗോട്ട് r എഫക്റ്റീവ് റെസിസ്റ്റൻസ് r is equal to 9 ഓം. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. നിങ്ങൾ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം കേട്ടോ. അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മളോട് ചോദിക്കും. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അല്ലേ? ചെയ്ത് നോക്കാവുന്നതല്ലേ ഉള്ളൂ അല്ലേ? ആണ് അല്ലേ? ഓക്കെ, റെഡി? ഇതിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ. ഇതൊന്നും രണ്ടും കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ 4 എന്ന് വരും. എന്നുണ്ട് 4 divided by 36. നമുക്കറിയാം 4/36 എന്ന് പറയുമ്പോൾ 1/9 എന്ന് വരും. 1/r ആണ് 1/9. സോ എന്ത് വരും? അതിൻ്റെ നേരെ റെസിപ്രോക്കൽ 9 ആവും. സെറ്റ് അല്ലേ? ഇനി അടുത്തൊരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനലൈസ് ദ ഗിവൺ സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ചിത്രം തന്നിട്ടുണ്ട് അല്ലെ? ഒരു സർക്യൂട്ടാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്?
രണ്ട് റെസിസ്റ്ററുകൾ ഉണ്ട് അല്ലേ? ഇതാ 1, 2 സെല്ലുണ്ട്, അമ്മീറ്റർ ഒക്കെ ഉണ്ട്. അമ്മീറ്റർ നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? ടു മെഷർ ദ കറണ്ട് അല്ലെ, കറണ്ട് അളക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇതിന്റെ വോൾട്ടേജ് 12 വോൾട്ട് എന്നൊക്കെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എന്താ നമുക്ക് നോക്കാം അല്ലെ, അതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നോക്കൂ, ഇതാണ് വാട്ട് വിൽ ബി ദ ഇലക്ട്രിക് കറണ്ട് ത്രൂ ദ റെസിസ്റ്റൻസ് എയിലൂടെ, എ എന്ന് പറയുന്ന റെസിസ്റ്ററിലുള്ള കറണ്ട് എത്രയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, വാട്ട് വിൽ ബി ദി അമ്മീറ്റർ റീഡിംഗ്, അമ്മീറ്ററിൽ കാണിക്കുന്ന റീഡിംഗ് എത്രയാണ്? ആൻഡ് ഹൗ ഷുഡ് ബി ദ റെസിസ്റ്റൻസ് വയർ ബി അറേഞ്ച് ടു റെഡ്യൂസ് ദ അമ്മീറ്റർ റീഡിംഗ്. അമ്മീറ്ററിലുള്ള റീഡിംഗ് കുറയ്ക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഈ 3 ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എന്താ ഫസ്റ്റ് ചോദ്യം? വാട്ട് വിൽ ബി ദ കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ എയിലുള്ള കറണ്ട് എത്രയാന്നുള്ളത് അല്ലെ, സിമ്പിൾ അല്ലേ അല്ലെ, എയിലാണ്. അപ്പോൾ IA എന്ന് പറയാം അല്ലെ. നമുക്ക് IA എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഓംസ് ലോ അറിയാം അല്ലെ. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? അയ്യർ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് അല്ലെ. അയ്യർ എന്താണ്? വെജിറ്റേറിയൻ ആണ്. അപ്പോൾ എങ്ങനെയാ I കണ്ടുപിടിക്കുക? I is equal to V/R, V/R ആണ് അല്ലെ. ആൻഡ് ഹിയർ ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ഇവിടെ 2 റെസിസ്റ്ററുകൾ എങ്ങനെയാ കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആയിട്ടാണോ? അല്ല, ഇവർ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. പാരലൽ ആയി കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. SI പവിത്രൻ എന്താണ്? സീരീസിലാണെങ്കിൽ I കോൺസ്റ്റന്റ്, പാരലൽ V കോൺസ്റ്റന്റ്. സോ ഇവിടെ പാരലൽ ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വോൾട്ടേജ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതായത് ഇവിടെയുള്ള ഈ 12 വോൾട്ട് വോൾട്ടേജ് തന്നെയാണ് ഈ 2 റെസിസ്റ്ററിലൂടെയും കിട്ടുന്നത്. 2 റെസിസ്റ്റൻസിനും കിട്ടുന്നത് സെയിം വോൾട്ടേജ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ IA എന്ന് പറയുമ്പോൾ എന്താ വരിക? V/R അല്ലേ? സെറ്റാണല്ലോ. അതായത് R എന്ന് പറയുമ്പോൾ എയിലുള്ള റെസിസ്റ്റൻസ് അല്ലേ, സെറ്റാണല്ലോ. V എന്ന് പറയുമ്പോൾ VA എന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം VA എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലാത്തത് എല്ലാത്തിലേക്കും സെയിം വോൾട്ടേജ് ആണ് വരുന്നത്. കാരണം ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് പാരലൽ മെത്തേഡ് വഴിയാണ്. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടുമല്ലോ. V എന്ന് പറയുമ്പോൾ 12 ഡിവൈഡ് ബൈ R, എയിലുള്ള റെസിസ്റ്റൻസ് 3, 12/3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 ആംപിയർ എന്ന് നമുക്ക് കിട്ടും അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വിൽ ബി ദി അമ്മീറ്റർ റീഡിംഗ്. അമ്മീറ്ററിലെ റീഡിംഗ് എന്തായിരിക്കും എന്നുള്ളതാണ്. അമ്മീറ്ററിലെ റീഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെയുള്ള കറണ്ടും നമ്മൾ മനസ്സിലാക്കണം അല്ലെ. അങ്ങനെയാണെങ്കിലാണ് ഇതിലുള്ള കറണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് കറക്റ്റ് ആവുള്ളൂ അല്ലെ. നമുക്കറിയാം അമ്മീറ്ററിലെ റീഡിംഗ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലൂടെ എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അതിന്റെ അളവിനെയാണ് നമുക്ക് അമ്മീറ്ററിൽ അതൊരു ഡിവൈസ് ആണ് ടു മെഷർ ദ കറണ്ട് അല്ലേ. ഈ സർക്യൂട്ടിലൂടെയുള്ള ടോട്ടൽ കറണ്ട് നമുക്ക് ഇതിൽ കാണിച്ചു തരും. അപ്പോൾ ഇതിലൂടെയുള്ള കറണ്ടും നമ്മൾ കണ്ടുപിടിക്കണം. സോ അമ്മീറ്റർ റീഡിംഗ് എന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അമ്മീറ്റർ റീഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? നമ്മളെ IA പ്ലസ് IB ആണ് അല്ലേ. IA പ്ലസ് IB എയിലൂടെയും ബിയിലൂടെയുമുള്ള കറണ്ടിന് സമ്മാണ് അതിൽ കാണിക്കാം. സോ IA നമ്മൾ ഓൾറെഡി കാണിച്ചു. അപ്പോൾ IB എന്താ വരിക? IB is equal to V/RB അല്ലെ. V എന്ന് പറയുമ്പോൾ 12/6. അപ്പം നമുക്ക് എത്ര കിട്ടും? 2 ആംപിയർ എന്ന് കിട്ടും അല്ലെ. സോ വി ഗോട്ട് 2 ആംപിയർ ആസ് ദി കറണ്ട് എത്ര കിട്ടി? 2 ആംപിയർ. സെറ്റാണല്ലോ. റെഡി, വെരി ഗുഡ്. സോ നമുക്ക് അമ്മീറ്റർ റീഡിംഗ് എന്ത് കിട്ടും? അപ്പോൾ IA പ്ലസ് IB എന്ന് പറയുമ്പോൾ എന്ത് വരുടാ? അതായത് എന്ത് വരും? 4 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആംപിയർ നമുക്ക് കിട്ടി. സെറ്റാണല്ലോ. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ചോദ്യമാണ്, ഹൗ ഷുഡ് ബി ദി റെസിസ്റ്റൻസ് വയർ ബി അറേഞ്ച് ടു റെഡ്യൂസ് ദ അമ്മീറ്റർ റീഡിംഗ്. അമ്മീറ്ററിലെ റീഡിംഗ് കുറക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മീറ്ററിലെ റീഡിംഗ് കുറക്കുക എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അമ്മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കറണ്ട് മെഷർ ചെയ്യാനാണ്. അപ്പം അമ്മീറ്ററിലെ റീഡിംഗ് കുറക്കുക എന്ന് പറഞ്ഞാൽ കറണ്ട് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ റെസിസ്റ്റൻസ് അല്ലെ. നമ്മൾ ഈ റെസിസ്റ്ററുകൾ ഇപ്പൊ നമ്മൾ പാരലലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള കറണ്ടിനെ കൂട്ടാൻ നമുക്കൊരു ടെക്നിക്ക് ഉണ്ടല്ലോ. എന്ത് ചെയ്താൽ മതി? ഈ റെസിസ്റ്ററുകളെ നമ്മൾ എന്ത് ചെയ്യണം? സീരീസിൽ അങ്ങോട്ട് കണക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സീരീസിൽ നമ്മൾ കണക്ട് ചെയ്യാം. സോ വി ക്യാൻ റെഡ്യൂസ് ദ കറണ്ട് അല്ലെ. നമുക്ക് കറണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴുള്ള പാരലൽ മെത്തേഡിനെ എന്ത് ചെയ്യുക? സീരീസിലേക്ക് മാറ്റി കഴിഞ്ഞാൽ സംഭവം സെറ്റ്. സോ സെറ്റ് ആണല്ലോ. അപ്പോൾ അത് നമ്മൾ എഴുതി കഴിഞ്ഞു. സോ ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കാണാം ABCD. ഇതാണ് നമ്മളുടെ ഫിഗർ. ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് ഏതാ വരിക എന്നുള്ളതാണ് ABCD.
ഇതിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടെ എക്സാമിന് പഠിച്ചിട്ട് എന്തായി എന്നുള്ള കാര്യങ്ങളൂടെ അറിയാൻ ഒരുപാട് ആകാംക്ഷയുണ്ട്, ആഗ്രഹമുണ്ട്. ആൻഡ് അത് മാത്രമല്ല, ഫിസിക്സിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും ടോപ്പിക്കുമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കമൻ്റായിട്ട് അറിയിക്കാം. നമ്മളതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. അപ്പോൾ ആരും ടെൻഷനൊന്നും ആവണ്ട. ഇനിയും നിങ്ങളുടെ കയ്യിൽ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണെങ്കിൽ ദിവസങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ സമയത്ത് നിങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. നാളെ ആ സമയം ഞാൻ പഠിച്ചില്ല എന്ന് ആലോചിച്ച് നമുക്ക് ഒരിക്കലും റിഗ്രറ്റ് നമ്മുടെ ലൈഫിൽ വരാൻ പാടില്ല. സോ ഉള്ള സമയമെങ്കിലും നിങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഫോണും ടാബും ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും ഒക്കെ നമുക്ക് എക്സാം കഴിഞ്ഞാലും കാണാൻ ഒരുപാട് സമയമുണ്ടെന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെച്ച് സൂപ്പറായിട്ട് പഠിച്ച് ഉഷാറായിട്ട് എക്സാം എഴുതി വരാം കേട്ടോ. അപ്പോൾ ഇതിന് ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ മനസ്സിൽ എക്സാം അടുത്തു, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്ത് തോന്നുന്നു, പഠിച്ച് എവിടെ എത്തി എന്നൊക്കെ അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അതും കൂടെ പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു സോ മച്ച്.